തിരുസഭ പരിശുദ്ധ ദൈവമാതാവിനായി പ്രതിഷ്ഠിക്കപ്പെട്ട മെയ് മാസത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തെ ഹൃദയത്തിലേറ്റി കൊറോണ വൈറസിന്റെ അതിരൂക്ഷ വ്യാപനത്തിന്റെ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ജപമാല ചൊല്ലി ലോക ജനതയ്ക്ക് വേണ്ടി നമുക്ക് മാതാവിന്റെ മാധ്യസ്ഥ്യം തേടാം. യേശുവിൽ പ്രിയ വൈദികരെ, സന്യാസ സഹോദരന്മാരെ, സഹോദരികളെ, വത്സല മക്കളെ, COVID-19 മഹാമാരിയിൽ നിന്നുമുള്ള വിടുതലിനായി മെയ് മാസം ജപമാല യജ്ഞമാസമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മഹാവ്യാധി അവസാനിക്കുന്നതിനായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് മെയ് മാസം മുഴുവൻ ജപമാല യജ്ഞമാസമായി ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അറിയിച്ചത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 15-ാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി സഭയിൽ നിന്ന് പ്രാർത്ഥന നിരന്തരമായി ദൈവത്തിലേക്ക് ഉയർന്നു എന്നതായിരിക്കും ജപമാല മാസത്തിൻ്റെ പ്രമേയമെന്ന് നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി മെയ് മാസം പരിശുദ്ധ കന്യകാമറിയത്തിനാണ് കത്തോലിക്ക സഭ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ്യം പ്രത്യേകം യാചിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് മെയ് 1-ാം തീയതി ജപമാല യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മഹാമാരിയുടെ കാലത്ത് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ഇടയിൽ ജപമാല പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കാനായി ലോകമെമ്പാടുമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും പ്രത്യേകമാം വിധം ഈ ജപമാല യജ്ഞത്തിൽ പങ്കാളികളാകുന്നുണ്ട്. നമ്മുടെ ഇടവകകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപോ അതിനുശേഷമോ ജപമാല പ്രാർത്ഥന നടത്തുന്ന പതിവ് തുടരുന്നത് ഉചിതമായിരിക്കും. കോവിഡ് മഹാമാരി അതിരൂക്ഷമായി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മെയ് മാസം 7 വെള്ളിയാഴ്ച പ്രത്യേകമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിനമായി ആചരിക്കണമെന്നുള്ള ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും നിർദ്ദേശവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം ദിവ്യകാരുണ്യനാഥൻ അതിവേഗം സ്വീകരിച്ച് ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ മുഴുവൻ അതിവേഗം മോചിപ്പിക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.